തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പയറ്റാത്ത പുതിയ തന്ത്രങ്ങളുമായി കളത്തിലിറങ്ങിയ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിന് വെല്ലുവിളിയാകുമോ BDJS എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന BDJSും അനുനയത്തിന് വിളിക്കുന്ന BJPയുമാണ് കഴിഞ്ഞ ദിവസം മുതലുള്ള പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്ത. കോർപ്പറേഷനിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ NDAയിലെ ഭിന്നത BJPയെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. സീറ്റ് വിഭജനത്തിൽ അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് BDJSും രംഗത്തെത്തി. ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാത്തതാണ് അതൃപ്തിക്ക് കാരണം. ഇതോടെ 20 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നതായി BDJS ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്തു. BJP മുന്നണി മര്യാദ കാണിക്കാതെ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെന്നും BDJS കുറ്റപ്പെടുത്തി. ആദ്യഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ BDJS ആവശ്യപ്പെട്ട സീറ്റുകളിലടക്കം BJP സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ ഇന്ന് 20 സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു BDJS പറഞ്ഞത്. മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി BDJSന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് അനുവദിച്ചത്. ഇത്തവണയും ആദ്യഘട്ട പട്ടികയിൽ പരിഗണിച്ചതുമില്ല. 67 അംഗ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പുറത്തുവിട്ടത്. മുൻ DGP R ശ്രീലേഖ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും മുൻ സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റുമായ പത്മിനി തോമസ്, BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് എന്നിവർ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട്. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ K മഹേശ്വരൻ നായർ, തമ്പാനൂർ സതീഷ് എന്നിവരും മത്സരിക്കുന്നുണ്ട്. എന്നാൽ പുതിയ ടീമിനെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരത്തിനിറങ്ങുന്ന സമയത്ത് BDJSന്റെ ഈ നീക്കം രാജീവ് ചന്ദ്രശേഖറിന് തിരിച്ചടിയാണ്. പാർട്ടി നേതാക്കളെ മുഖവിലക്കെടുക്കാതെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ടീം നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിൽ പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നിരുന്നു. പക്ഷേ RSS മൗനം പാലിച്ചതോടെ എതിർപ്പുകൾ കെട്ടടങ്ങുകയായിരുന്നു. പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താനാവില്ല എന്ന വിമർശനമായിരുന്നു ചില നേതാക്കൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷന്റെ ശൈലിക്കും ടീമിന്റെ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര നേതാക്കളുടെ പിന്തുണ ലഭിച്ചിരുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് പാർട്ടിയെ മാറ്റണമെന്നാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ വീക്ഷണം വന്നിരിക്കുന്നത്.